മൂകാംബിക അമ്മ രാവിലെ ചോറ്റാനിക്കര വരുന്നു എന്നുള്ളത് കേട്ട് കേൾവിയായിരുന്നു. ഇപ്പം അമ്മ പറയുന്നു അമ്മ അവിടെ പോയ സമയത്ത് അമ്മയുടെ അടുത്ത് തിരുമേനി പറഞ്ഞു ഉണ്ടെന്ന് പറയും. മൂകാംബിക പോയി തൊഴുത് കഴിഞ്ഞാലും നമുക്ക് നല്ല കുട്ടിയുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് അടുത്താണല്ലോ, തൊഴണം നല്ലതാണ്. അപ്പോൾ കൊല്ലൂർ മൂകാംബിയെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല, അത്രയും ശക്തിയാണ്. നമ്മൾ ഈ രണ്ട് വിരൽ ഗ്രഹിക്കുന്ന സംഭവമാണിത്, ശനിയും വ്യാഴവും. ഇതാണ്. അപ്പോൾ ഈ രണ്ട് വിരൽ കൊണ്ട് നമ്മുടെ ആഗ്രഹം പിറകിൽ മതിൽമേ എഴുതുക. അമ്മ ഇരിക്കുന്ന പ്രതിഷ്ഠയുടെ തൊട്ട് ബാക്കിൽ, ഏറ്റവും ബാക്കിൽ എഴുതുക. മൂകാംബിക അമ്മയുടെ അടുത്ത് പോകണമെങ്കിൽ നമ്മൾ വിളി വരണം, അവിടെ നിന്ന് വിളി വരണം. അതെ അതെ അതെ. അപ്പം മൂകാംബിക അമ്മ എന്ന് പറയുമ്പോൾ ആ അമ്മയെ തൊഴാൻ പോകുമ്പോൾ പുറത്തൊരു ശിവൻ്റെ ഒരു അമ്പലമുണ്ട്. ശിവൻ തൊട്ടടുത്ത ഉള്ളി തന്നെയാണ് മൂകാംബിക അമ്മ. അമ്മ നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഒരുപാട് പേരുടെ മൂകാംബിക അമ്മയെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും മൂകാംബിക അമ്മയെക്കുറിച്ച് പറയുമ്പോഴും പുതിയ പുതിയ അറിവുകളാണ് കിട്ടുന്നത്. സാധാരണ രീതിയിൽ മൂകാംബിക അമ്മയെ എല്ലാവരും പോയി തൊഴുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ അറിഞ്ഞതിനും അപ്പുറം ഓരോ ദിവസം ഓരോ ആൾക്കാർ ഓരോ അറിവാണ് തരുന്നത്. അതായത് ചെയ്യേണ്ട പുതിയ പുതിയ രീതികൾ, അമ്മയെ വിളിക്കേണ്ട രീതികൾ, തിരുതീർത്ഥം, ഇങ്ങനെ പല സംഭവവും പറയുന്നുണ്ട്. അപ്പോൾ മൂകാംബിക അമ്മയും ചോറ്റാനിക്കര അമ്മയും നമുക്ക് ഒന്ന് സംസാരിച്ചാലോ? ആയിക്കോട്ടെ. ഒന്ന് പറയൂ. നമസ്കാരം. നമസ്കാരം. മൂകാംബിക അമ്മ ശങ്കരാചാര്യരായിട്ട് ബന്ധമുള്ളതാണ്. അതെ. കുടജാദ്രി എന്ന് വന്നതാണല്ലോ. അപ്പം മൂകാംബിക അമ്മ എന്ന് പറയുമ്പോൾ ആ അമ്മയെ തൊഴാൻ പോകുമ്പോൾ പുറത്തൊരു ശിവൻ്റെ ഒരു അമ്പലമുണ്ട്. ശിവൻ തൊട്ടടുത്ത ഉള്ളി തന്നെയാണ്. അവിടെ പോയി തേങ്ങ അടിച്ചിട്ട് തൊഴുകായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിൽ വന്നിരിക്കുന്ന എല്ലാ നെഗറ്റീവും ദുരിതങ്ങളൊക്കെ തീർത്തിട്ട് വേണം അമ്മയെ തൊഴാൻ പോയിട്ട്. അമ്മയെ തൊഴുത് കഴിയുമ്പോൾ ശിവന്റെ അമ്പലം എന്ന് പറയുന്നത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ. ശരി. അതിൻ്റെ പ്രത്യേക പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. പേര് എന്തൊരു ഇതാണ്. ആ ശിവന് തേങ്ങ ഒരുപാട് കഴിക്കും. തേങ്ങ ഉടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്നിട്ട് വേണം കയറാനായിട്ട്. വളരെ ഭസ്മമൊക്കെ തരും. ആ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ ആ മൂകാംബിക അമ്മയുടെ അടുത്ത് പോകണമെങ്കിൽ നമ്മൾ വിളി വരണം, അവിടെ നിന്ന് വിളി വരണം. അതെ 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 അതെ. എനിക്ക് എൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ മകൻ ചെറുപ്പത്തിൽ 2 വയസ്സായിട്ട് സംസാരിക്കില്ല, ഒന്നും പറയില്ല. അപ്പോൾ ഡോക്ടർമാരൊന്നും സംസാരിക്കാൻ പാടാന്ന് പറയും. അപ്പം ഞാനൊരു ജ്യോതിഷനെ കണ്ടു. അപ്പോൾ ബാംഗ്ലൂർ ഹനുമാൻ കോവിലുണ്ട്. അപ്പോൾ അവിടുത്തെ അങ്ങനെ ജ്യോതിഷമൊക്കെ അറിയാം. ബാംഗ്ലൂർ വെച്ചാ ബാംഗ്ലൂർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബുധൻ നീചത്തിലാണ്, ഇവൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് താമസിക്കുന്നവർ പറഞ്ഞു മൂകാംബികയ്ക്ക് നേർന്നോളൂ, നടക്കും കാര്യം പറഞ്ഞു. ഞാൻ വിളിച്ചു എൻ്റെ പൊന്നമ്മേ, ഇവൻ എന്നെ അവിടുന്ന് അമ്മ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. നന്നായിട്ട് ആത്മാർത്ഥത്തെ പ്രാർത്ഥിച്ചു. പക്ഷേ പിറ്റേ ദിവസം കാലത്ത് ആ കുട്ടി എഴുന്നേറ്റ് അമ്മ എന്ന് വിളിച്ചു. ആരെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ എന്ത് പ്രാർത്ഥിച്ചു, പിന്നെ ഞാൻ എഴുതുകയും ചെയ്യുമായിരുന്നു. പച്ചമഷി കൊണ്ട് എഴുതുന്ന പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്. അത് ചെറുപ്പത്തിൽ കിട്ടിയതാണ്. അതായത് എൻ്റെ അമ്മാവൻ വിദ്വാനൊക്കെ ആയിരുന്നു, DBLM സംസ്കൃത പണ്ഡിതനൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടായിരുന്നു പഠിക്കാൻ, ഒരു ഡോക്ടറുടെ മകനാണ്. പക്ഷെ അന്ന് CBSE ഒന്നുമില്ല ഞാനൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അതിൽ മലയാളം പാസ്സായാലേ കിട്ടുള്ളൂ. കേരളത്തിൽ പഠിച്ചാൽ മലയാളം ലാംഗ്വേജ് പാസ്സാവണം. അവന് മലയാളം അറിയില്ല. അപ്പോൾ കുറച്ചൊക്കെ അറിയാം, എന്നാലും പോരാ, പറയാൻ പോലും അറിഞ്ഞൂടാ. അപ്പോൾ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പച്ചമഷി കൊണ്ട് എഴുതിയേക്ക്, എനിക്ക് മലയാളത്തിൽ 100ൽ 100 മാർക്ക് കിട്ടിയിരിക്കുന്നു, എഴുതി വയ്ക്കുമെന്ന് പറഞ്ഞു. 11 പ്രാവശ്യം. അമ്മാവൻ 11 പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു, വേഗം എനിക്കും അറിയാണ്ട് കേട്ടപ്പോൾ സന്തോഷമായി. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡോട്ട് പെന്നൊന്നുമില്ല, ഈ കുപ്പിയിൽ മഷിയൊക്കെ. അപ്പോൾ നീലമഷി, പച്ചമഷി, അമ്മാവൻ ഗസറ്റിട്ടാണ് ഒപ്പിടുന്നത്. അപ്പം ഞാൻ എൻ്റെ പേന, എനിക്കും ഈ ഡോട്ട് പെന്നല്ല, ഈ മഷിയുള്ള പേനയാണ്. മഷിയൊക്കെ ഊറ്റിക്കളഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, വേഗം പച്ചമഷി നിറച്ച് വെച്ചു. പച്ചമഷി നിറച്ച് ഞാൻ എഴുതി, എനിക്ക് SSLCക്ക് ഏറ്റവും നല്ല സ്കൂളിൽ എനിക്ക് ഡിസ്റ്റൻസിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു, ഏറ്റവും നല്ല മികച്ച വിജയം കിട്ടുന്ന എഴുതി വെച്ചു. പക്ഷേ ആ സ്കൂൾ ഫസ്റ്റായി ഞാൻ. അപ്പം അന്ന് തുടങ്ങി ഞാൻ എഴുതുമായിരുന്നു. അപ്പം ഞാനും എഴുതിയിട്ടുണ്ട് മകൻ്റെ കാര്യത്തിൽ. എൻ്റെ മകനൊരു വാഗ്മിയും പ്രശസ്തനുമാവുമെന്ന് എഴുതി വെച്ചു. ആരോടും പറയാറില്ല, ഇപ്പോഴേ പറഞ്ഞോളൂ, പറയാറില്ല. അത് 11 പ്രാവശ്യം എഴുതി, നന്ദി, താങ്ക് യു യൂണിവേഴ്സ്, അതറിയില്ല. അപ്പോൾ പ്രപഞ്ചത്തിന് നന്ദി എന്നാണ് അമ്മാവൻ പറഞ്ഞു. ഞാൻ പ്രപഞ്ചത്തിന് നന്ദി എന്ന് എഴുതി വെച്ചു. എന്തായാലും അവൻ സംസാരിക്കും, അവൻ വാഗ്മിയായി പ്രശസ്തനായി നല്ലോണം പ്രസംഗിക്കും. പക്ഷെ അവനൊന്നും കൊണ്ടുപോയി തൊഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അവിടെ കൊണ്ടുചെല്ലാന്ന് പറഞ്ഞത്. ഞാൻ അതിനുശേഷം കുറേ പ്രാവശ്യം പോയി. എന്നെ എഴുത്തിനിരുത്താണ്ട് കൊണ്ടുപോയി എല്ലാവരും. അങ്ങനെ എഴുത്തിനിരുത്താൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് പോകണതാണ് മൂകാംബികയിൽ. എഴുത്തിനിരുത്താൻ കൊണ്ടുപോയത് കൊച്ചിയം. അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു എനിക്ക് കന്നഡ കുറച്ചൊക്കെ അറിയാം, കേട്ടറിയാം, ബാംഗ്ലൂർ താമസിച്ചായിരുന്നു. അപ്പോൾ അവർ പറയണു എന്തൊക്കെ ആഗ്രഹമാണെങ്കിലും പിറകിൽ നമ്മൾ ശങ്കരാചാര്യർ പ്രാർത്ഥിക്കണം. അതിനകത്ത് ശങ്കരാചാര്യരുണ്ട്. ആ ശങ്കരാചാര്യർ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ അമ്മയുടെ പിറകുവശത്ത് നമ്മൾ ഈ രണ്ട് വിരൽ ഗ്രഹിക്കുന്ന സംഭവമാണിത്, ശനിയും വ്യാഴവും. ഇതാണ്. അപ്പോൾ ഈ 2 വിരൽ കൊണ്ട് നമ്മുടെ ആഗ്രഹം പിറകിൽ മതിൽമേ എഴുതുക. അമ്മ ഇരിക്കുന്ന പ്രതിഷ്ഠയുടെ തൊട്ട് ബാക്കിൽ, ഏറ്റവും ബാക്കിൽ എഴുതുക. അപ്പം ഞാൻ എന്ത് എഴുതിയെന്നറിയാമോ, എനിക്ക് അന്ന് ഞാൻ ജ്യോതിഷമൊന്നുമായിട്ടില്ല, എനിക്ക് നല്ലൊരു ജ്യോതിഷിയാവണം എഴുതി വെച്ചു. എന്നിട്ട് കബഡി കൊണ്ടുവന്ന് ഇവിടെ പ്രാർത്ഥിക്കണം. ഇത്ര എഴുതി തൊഴുത്ത് പ്രദർശനമൊക്കെ വെച്ച് ഞങ്ങൾ പോരിച്ചു. കുട്ടി എഴുത്തിനെഴുത്തിയൊക്കെ വെച്ചു. ആ കുട്ടി നല്ല മിടുക്കത്തിയായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം
അതൊക്കെ കഴിഞ്ഞ് പോരുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എഴുത്തിനും തന്നെ ഓരോരുത്തർ പോകുമ്പോൾ ഞാൻ എന്നെ പോകുമായിരുന്നു. പിന്നെ ഞാൻ ടൂറ് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ട്. അപ്പം ഞാൻ എപ്പോൾ പോകുമ്പോൾ ഇവരോടൊക്കെ പറയും നിങ്ങൾ എഴുതിക്കോ ആഗ്രഹം നടക്കുന്നു പറയും. വിശ്വാസത്തോടെ എഴുതിയവർക്കൊക്കെ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നത്തെ പ്രാവശ്യം ഞാൻ പോയത് ഞാൻ കവടി കൊണ്ടാണ് പോയത്. ആദ്യത്തെ പ്രാവശ്യം പോയി, അത് കഴിഞ്ഞ് വന്നു. പിന്നത്തെ പ്രാവശ്യം കവടി കൊണ്ടുപോയി കവടി പൂജിച്ച് മേടിച്ചു. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ അവിടെ കവടിയൊക്കെ പൂജിച്ച് തിരുമേനിയോട് പറഞ്ഞ് മേടിച്ചിട്ടാണ് വരാറ്. അപ്പോൾ ആ കവടി പൂജിച്ച് കഴിഞ്ഞപ്പോൾ ആ തിരുമേനി പറഞ്ഞു, ഒരു കാളിദാസ് ഭട്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു പ്രശസ്തി ആവൂട്ടോ, ഈ കവടിക്ക് സത്യമുണ്ടെന്ന് പറഞ്ഞു. കവടിക്ക് സത്യമുണ്ടെന്ന് അറിയാം, പക്ഷേ അദ്ദേഹം പറയുമ്പോൾ നല്ലതല്ലേ, മൂകാംബികയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതല്ലേ. അപ്പം അങ്ങനെ ഭയങ്കര പവറാണ് പിറകുവശത്ത് എഴുതാന്ന് പറയും. പിന്നെ കഷായ തീർത്ഥമുണ്ട്, അത് നമ്മൾ കഴിച്ചിരിക്കണം, നല്ലതാണത്. ആ കഷായ തീർത്ഥം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിലെല്ലാ നെഗറ്റീവും കൈവശം ഉണ്ടെങ്കിൽ തന്നെ പോകും. കൈവശം എന്നൊരു ആൾക്കാർക്ക് സംശയമുണ്ടല്ലോ, അതുവരെ അത് നെഗറ്റീവ് എനർജി എല്ലാം പോയി നമ്മൾ ഉഷാറാവും. വളരെ നല്ല. കൊല്ലത്തിലൊരിക്കൽ മൂകാംബിക ദർശനം നല്ലതാണ്. അപ്പോൾ ഇന്നാളിതുപോലെ പോയപ്പോൾ ഞാനൊരു ഫ്രണ്ടും കൂടിയാണ് പോയത്. അപ്പോൾ താമസിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ നിർമ്മാലയം തൊഴാൻ പോയാൽ. അപ്പോൾ 5 മണിക്ക് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞു ദേവി പോയേക്കാണെന്ന് ചോറ്റാനിക്കര. പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അറിഞ്ഞു തുടങ്ങി, പറഞ്ഞപ്പോൾ മനസ്സിലായി. ചോറ്റാനിക്കര 3:30-4 മണിക്ക് മറ്റോ നിർമ്മാലയം തുറക്കും. അപ്പോൾ ഈ മൂകാംബിക ദേവി അവിടെ ഉണ്ട്. ചോറ്റാനിക്കരയിലെ പ്രതിഷ്ഠ ഉണ്ടോ രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു സിമ്പിളായിട്ടാണ് അത് ഈ മൂകാംബിക ദേവിയാണെന്ന് പറയുന്നത്. അവിടുത്തെ പന്തീരാഴി ആകുമ്പോഴേക്കും ഇവിടെ എത്തും. 12 തോന്നുന്നു എനിക്ക്. അത് 5 മണി ഉഷപൂജ ആകുമ്പോഴേക്കും തിരിച്ച് ഇവിടെ എത്തും. അല്ലാതെ 5 മണിക്ക് മൂകാംബിക അമ്പലം തുറക്കുന്നതിൻ്റെ കാരണം 5 മണിക്ക് തുറക്കുള്ളൂ അമ്പലം. അങ്ങനെ ഞങ്ങൾ 3 നേരം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓടിപ്പോരരുത്. 3 നേരം ദർശനവും കഴിഞ്ഞ് വൈകുന്നേരം ഒരു തേരുണ്ട്, ആ തേരും ആ രഥം അതൊക്കെ കണ്ടിട്ട് ശേഷം വരാവൂ. അല്ലാതെ ഓടി വന്നിട്ട് കാര്യമില്ല. ഒരു ദിവസം സ്റ്റേജ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മാത്രമേ മൂകാംബികയുടെ ഫലം കിട്ടുള്ളൂ. അങ്ങനെ അത്രയും പവർഫുള്ളാണ് മൂകാംബികാദേവി. വിചാരിച്ച നടക്കും. പിന്നെ കുടജാദ്രിയിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്, ഇപ്പോൾ കയറാൻ പറ്റില്ല, അന്നൊക്കെ കയറിയിട്ടുണ്ട്. അന്ന് കയറി അറ്റത്ത് ഒരു തിരുമേനി പൂജിക്കണു. അദ്ദേഹം എന്ത് കഷ്ടപ്പെട്ടായിരിക്കും അവിടെ വെള്ളം പോലും കൊണ്ടുപോകണം. അപ്പം അത്രത്തോളം ദൈവം ആരോഗ്യം കൊടുത്തിട്ടല്ലേ നടക്കണത്. അപ്പം അങ്ങനെ മൂകാംബികാദേവിയാണ് ഈ ചോറ്റാനിക്കരയിലും ഇരിക്കുന്നത്. രാവിലെ സരസ്വതി, ഉച്ചയ്ക്ക് മഹാലക്ഷ്മി, വൈകുന്നേരം ഭദ്രകാളി, അങ്ങനെയാണ് സങ്കല്പം എന്ന് പറയണത്. എന്തായാലും മൂകാംബികാദേവിയുടെ ശക്തി ഭയങ്കരമാണ്. പിന്നെ അതുപോലത്തെ അവിടുത്തെ പൂജകൾ, അവിടെ ഒരു കുടുംബ പൂജ എന്നൊരു പൂജയുണ്ട്. അപ്പോൾ അവിടുത്തെ പൂജാരികൾ നല്ല ആത്മാർത്ഥമായി ചെയ്യും കേട്ടോ. ആ കുടുംബ പൂജ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും നല്ലതാണ്. ഞാൻ മാസത്തിലൊരിക്കൽ ഇത് അലങ്കാര പൂജ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനധികം പൈസ ഒന്നുമില്ല, പക്ഷെ അത് എല്ലാ മാസവും ഞാൻ കഴിപ്പിക്കാറുണ്ട്. ഓൺലൈൻ ചെയ്യിപ്പിക്കാറുണ്ട്, ഓൺലൈനായിട്ട്. എനിക്ക് അവിടുത്തെ അടികളെയൊക്കെ പരിചയമുണ്ട്. ഈ മൂകാംബികയിൽ പോകുന്ന സമയത്ത് എല്ലാവർക്കും മുൻപ് മുതലേ അറിയാവുന്ന സംഭവമാണ് ചണ്ഡിക യാഗം അല്ലെങ്കിൽ ചണ്ഡിക പൂജ എന്ന് പറയുന്നത്. പക്ഷേ അതിനും അപ്പുറം നമ്മളറിയാതെ ഇപ്പം അമ്മ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന മൂകാംബികയിൽ കയറുന്നതിന് മുൻപ് ശിവഭഗവാനെ കാണുകയും തേങ്ങയുടക്കുകയും അറിയണമെന്ന്. അപ്പോൾ അതുപോലെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രഗത്ഭമായ ഒന്നാണ് ഈ രംഗപൂജ എന്ന് പറയുന്നത്. രംഗപൂജ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങൾ മാറാനും അവരുടെ ആഗ്രഹ സബലീകരണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ കഷായം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എന്ത് ദോഷങ്ങളും ക്ലെൻസ് ചെയ്ത് മാറുന്നതാണ് കഷായം. അപ്പോൾ അമ്മ പറഞ്ഞ് വളരെ കറക്റ്റാണ്. നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ പൂജ എല്ലാം കഴിഞ്ഞ് പൂർണ്ണമായും ദർശനം കഴിഞ്ഞ് അടുത്ത ദിവസം അവിടെ നിന്ന് വരണം എന്നുള്ളതാണ്. പിന്നെ ത്രിമധുരം ഉണ്ട്. ത്രിമധുരം കഴിച്ചാൽ തന്നെ കുട്ടികൾക്ക് ബുദ്ധിക്കും ഒക്കെ നല്ല ത്രിമധുര പ്രസാദം കിട്ടും. പക്ഷെ ഇതേപോലെ സെയിം കുറച്ചും കൂടി ഉള്ളതാണ് നമ്മുടെ പറവൂർ മൂകാംബികയ്ക്കും ശക്തിയുണ്ട്. പറവൂർ മൂകാംബികയും കഷായമുണ്ട്. പറവൂർ മൂകാംബിക പോയി തൊഴുത് കഴിഞ്ഞാലും നമുക്ക് നല്ലതാണ്. കുട്ടികളുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് അടുത്താണല്ലോ, തൊഴണം നല്ലതാണ്. അപ്പോൾ കൊല്ലൂർ മൂകാംബിയെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല, അത്രയും ശക്തിയാണ്. ഞാനതൊക്കെ കഴിഞ്ഞ് ഇന്നാളാണ് അവനെ കൊണ്ടുപോയി തൊഴിച്ചത്. അമ്മയെന്ന് വിളിപ്പിക്കുകയും ചെയ്തു. എന്തായാലും വളരെ സന്തോഷം. മൂകാംബിക അമ്മയിൽ നമ്മൾ സംസാരിച്ചാലും മതിയാകില്ല. ഓരോ ദിവസവും ഭക്തനാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു കുറഞ്ഞത് 5-10 പേരുടെ ഇൻ്റർവ്യൂസ് മൂകാംബിക അമ്മ എടുത്തു. ഓരോ ഇൻ്റർവ്യൂവിലും ഓരോ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് മഹാദേവൻ്റെ സംഭവം എന്ന് പറഞ്ഞു, അത് ആദ്യമായിട്ടുള്ളൊരു അറിവാണ്. എന്തായാലും എല്ലാവർക്കും പുതിയ പുതിയ അറിവുകൾ കിട്ടട്ടെ. എന്തായാലും മൂകാംബികയിൽ എല്ലാവർക്കും ഓടി എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂകാംബിക അമ്മ രാവിലെ ചോറ്റാനിക്കര വരുന്നു എന്നുള്ളത് കേട്ട് കേൾവിയായിരുന്നു. ഇപ്പം അമ്മ പറയുന്നു, അമ്മ അവിടെ പോയ സമയത്ത് അമ്മയുടെ അടുത്ത് തിരുമേനി പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊരു സത്യമാണ്. ചോറ്റാനിക്കര പോയി മൂകാംബികയെ കാണാനുള്ള ഭാഗ്യം എല്ലാവർക്കും രാവിലെ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.